സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനു മുകളിൽ ഇരുട്ടു പടർത്തിയ തേജസ്സായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ഒരു ചരിത്രപുരുഷനെന്നും ദേശാഭിമാനിയെന്നും മറ്റും കാലഘട്ടം ഇദ്ദേഹത്തെ ചുമലിലേറ്റുമ്പോൾ തന്നെ പഴശ്ശിരാജയെക്കുറിച്ചുള്ള സത്യസന്ധമായ അറിവുകൾ പലതും നമുക്കന്യമാണ്. സായുധ സമരത്തിലൂടെ സാമ്രാജ്യത്വ ശക്തികളെ ശകലീകരിച്ച പഴശ്ശിയുടെ സഞ്ചാരപഥങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ പലതും കാലം കവർന്നെടുത്തെങ്കിലും കാലത്തിനും അടിമപ്പെടുത്താനാവാത്ത അവശേഷിപ്പുകൾ നിരവധി. അവയിലൂടെയുള്ള സഞ്ചാരം ദേശസ്നേഹിയായ ഓരോ ഭാരതീയനും തീർത്ഥാടനം തന്നെയാണ്. ശ്രീ പോർക്കലി ക്ഷേത്രമാണ് പഴശ്ശിരാജ ഉൾപ്പെടെയുള്ള കോട്ടയം രാജാക്കന്മാരുടെ മൂലസ്ഥാനം. അതിനാൽ പഴശ്ശി ചിന്തയെക്കുറിച്ചുള്ള ആരംഭം കുറിക്കേണ്ടതും
കൂടാതെ രാജാവായി ഒരാൾ സ്ഥാനമേൽക്കുമ്പോൾ ഈ കളരിയിലെ ഗുരുവിൽ നിന്നുമാണ് അധികാരത്തിന്റെ ഉടവാൾ ഏറ്റുവാങ്ങുന്നത്. കൈതേരിയിടം. പഴശ്ശിയുടെ പത്നിയായ മാക്കത്തിന്റെ തറവാടാണിത്. പഴശ്ശിരാജാവിന് മാക്കത്തിനോടുള്ള അനുരാഗസൂചകങ്ങളായ കാവ്യങ്ങൾ സാഹിത്യപ്രേമികൾക്ക് സുപരിചിതമാണ്. മാക്കത്തിന്റെ സഹോദരനായ കൈതേരി അമ്പു പഴശ്ശിയുടെ വിശ്വസ്തനായ പോരാളിയായിരുന്നു. ഇന്ന് കൈതേരിയിടത്തിൽ മാക്കത്തിനും അമ്പുവിനും ദേവതാസ്ഥാനം നൽകിയിരിക്കുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ 12 വർഷം യുദ്ധം ചെയ്തതിനു ശേഷമാണ് പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത്. ഇക്കാലയളവിൽ പഴശ്ശിയുടെ പടനീക്കങ്ങൾക്ക് മറുപടി നൽകാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തെന്നാൽ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടുമാണ് പഴശ്ശി പടവെട്ടിയത്. അനശ്വരമായ ആ യുദ്ധവീര്യത്തിന്റെ സ്മാരകമായി നാം തിരിച്ചറിയുന്ന ഒന്നാണ് മണത്തണ ചപ്പാരം ക്ഷേത്രം. പഴശ്ശിയുടെ സമര സാന്നിധ്യം കൊണ്ട് ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന സ്ഥലമാണ് പനമരം കോട്ട. പനമരം കോട്ട ബ്രിട്ടീഷുകാരിൽ നിന്നും തിരിച്ചുപിടിച്ചത് പഴശ്ശിയുടെ വിജയമായിരുന്നു. മാനന്തവാടിക്കടുത്ത് പനമരം പുഴയുടെ തീരത്താണ് കോട്ട സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് കോട്ടയുടെ അവശേഷിപ്പായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഏതാനും കല്ലുകൾ മാത്രം.
പഴശ്ശിയുടെ സൈനിക മേധാവികളിൽ ഒരാളായ തലയ്ക്കൽ ചന്തുവിനെ ബ്രിട്ടീഷുകാർ കഴിവേറ്റിയത് ഈ മരത്തിലാണെന്ന് അഭിപ്രായമുയരുന്നു. തന്നെയാണ്. ജാതി വ്യവസ്ഥയും രാജവാഴ്ചയും ശക്തമായിരുന്ന ആ കാലങ്ങളിൽ അധികാരിയെന്നോ അടിയാനെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും സംഘടിച്ചു മുന്നേറാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ഇതിന് തെളിവാണ് പഴശ്ശി സമരത്തിൽ കുറിച്യരുടെ പങ്കാളിത്തം. വയനാടൻ കാടുകളിലെ സംഘടിത ശക്തിയുടെ പ്രതീകമായ കുറിച്യരുടെ കായിക ബലമാണ് പഴശ്ശിയുടെ തന്ത്രമായ ഒളിപ്പോരിനെ വിജയത്തിലെത്തിച്ചത്. വെള്ളക്കാരന്റെ വെടിക്കോപ്പുകൾക്കുള്ള മൂർച്ചയേറിയ മറുപടിയായിരുന്നു കുറിച്യപ്പടയുടെ ഒളിയമ്പുകൾ. തലയ്ക്കൽ ചന്തു, എടത്തന കുങ്കൻ തുടങ്ങി കുറിച്യ നേതാക്കന്മാരുടെ തറവാടുകളിൽ പാരമ്പര്യത്തിന്റെ തനിമ ഇന്നും നിലനിൽക്കുന്നു.
പഴശ്ശി സമരങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യവും ജനതയുടെ ആവേശവുമായിരുന്നു. തമ്മിലടിക്കുന്ന നാട്ടുരാജാക്കന്മാർക്കിടയിൽ സംഘടിത ശക്തിയുടെ കരുത്തുറ്റ ഗർജനമായിരുന്നു കേരളസിംഹം എന്നു പുകൾപെറ്റ പഴശ്ശിരാജ. ഇംഗ്ലീഷുകാരന്റെ ശക്തി എത്ര വലുതായാലും ഞാനതിനെ ചെറുക്കും എന്നുറക്കെ പ്രഖ്യാപിച്ച ഇദ്ദേഹം തന്റെ മരണം വരെ ആ വാക്കു പാലിച്ചു. പിറന്ന മണ്ണിനു വേണ്ടി ജീവൻ ത്യജിച്ച ഇദ്ദേഹത്തിന് സ്മാരകങ്ങളും നിരവധി. എന്നാൽ ദേശസ്നേഹത്തിന്റെ കണികയെങ്കിലും കാത്തുസൂക്ഷിക്കുന്ന ഭാരതീയന്റെ ഹൃദയമാണ് പഴശ്ശിരാജാവിന്റെ യഥാർത്ഥ സ്മാരകം. ആർക്കും അടിയറവ് വയ്ക്കാത്ത ആത്മാഭിമാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ആത്മാർപ്പണത്തിന്റെയും പ്രതീകമായി പഴശ്ശിരാജാവിന്റെ സാന്നിധ്യം ഈ മണ്ണിലും നമ്മുടെ മനസ്സിലും എന്നും കുടികൊള്ളുന്നു.